കളിക്കാൻ പോകുന്ന റൈഡ് ഷാഡോ ലെജൻഡ്സ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ അതാ മിക്കവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒത്തിരി പേര് ഈ ഗെയിം കളിക്കുന്നത് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഒത്തിരി പേര് ഈ ഗെയിം ഒത്തിരി പേർക്ക് സ്പോൺസർ ചെയ്തിട്ടായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പം പിന്നില്ലേ ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗെയിം കളിക്കുന്നവരൊക്കെ ഒന്ന് പറയണേ. ഞാൻ വിചാരിച്ചു ഈ ഗെയിം കളിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഇത് മൊബൈലിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഗൈസ് ഇതിലാണ് വന്നിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് മേക്കപ്പ് ഇതാക്കാം ഗൈസ്. അപ്പം ഗൈസ് അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് ഇതെടുക്കാം. ഞാൻ ഇത് തീർത്തുകൊണ്ട് ഏകദേശം അപ്പോൾ ഈ ലെവലാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ലെവല് അപ്പോൾ ഈ 4 പേരാണ് നമ്മളിത് ലീഡറാണ്. അത് ആ ഫസ്റ്റ് കിട്ടുന്ന 4 പേരിൽ ഒരാളെയാണ് ഞാൻ എടുത്തത്. പിന്നെ ഗൈസ് എൻ്റെ ബ്രദറായിട്ടുള്ള എംഫാറം ഗെയിമിനെ കൂടി സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഹെൽഫയർ ഉപയോഗിച്ച് വന്ന് ഇപ്പോൾ റെയിൻ ഓഫ് ആരോസ് ഉപയോഗിച്ച് നമ്മൾ വന്നിട്ടുണ്ടായി. ഇവരാതോട് നമുക്ക് അടുത്തത് ഇത് വെച്ചേക്കാം ഗൈസ്. പിന്നെ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. മിക്കവരും ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുള്ളൂ. എനിക്ക് സംശയമുണ്ട്. 39 പേരാണ് ഈ ക്രിക്കറ്റ് ലീഗിലെ വീഡിയോ കണ്ടത്, പക്ഷേ അതിൽ മിക്കവരും ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതെന്താണ് ഗൈസ്? ഞാനിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയോണ്ടാണ് ഗൈസ്. ഇതിപ്പോൾ എൻ്റെ 5ാമത്തെ വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ആ ടീമിനെ വന്നിട്ട് ഹെൽത്ത് ഫയർ ഉപയോഗിച്ച് നമുക്ക് തീർക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഗൈസ് അതിനെ കൊന്നിട്ടുണ്ട്. ഇവരെ കൊല്ലാനും ഇത് മതി. അപ്പോൾ അത് കൊന്നിരിക്കുന്നു ഗൈസ്. ഇത്ര ഉള്ളത് തോന്നുന്നു ഗൈസ്. ഓക്കെ, നമുക്ക് അടുത്തതിന് പോകും. അപ്പോൾ നമുക്ക് അടുത്തത് എനിക്ക് ചെറിയൊരു പനിയുണ്ട് ഗൈസ്. അപ്പോൾ നാളെ തൊട്ട് ഞാൻ സ്കൂളിൽ പോകും ഗൈസ്. അപ്പോൾ എനിക്ക് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോ ഇടും. ഞാൻ ഒരു വീഡിയോ തന്നെ ഒരു ഷോർട്ടും ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഒരു വീഡിയോയിൽ തന്നെ ഒരു ഭാഗം ഞാൻ ഷോർട്ടായിട്ട് ഇടാറുണ്ട്. അപ്പോൾ ഞാൻ ഈ അടുത്ത് FC മൊബൈലിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് ഒരു 1v1 വീഡിയോ ഞാൻ മിക്കവാറും ഈ അടുത്ത് പോലെ ഇടുമായിരിക്കും. ഞാൻ പറയുന്നു, ചിലപ്പോൾ ഞാൻ ഇടും, ചിലപ്പോൾ ഇടത്തില്ല. പിന്നെ നിങ്ങളെല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഹെൽത്ത് ഫയർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കഴ്സിംഗ് ബ്ലേഡ് ഉപയോഗിച്ചാൽ ചേട്ടാ അവരെ വീക്കാക്കി. ഗൈസ് ഇത് ഞങ്ങൾക്ക് കൊല്ലാൻ പറ്റുമോ നോക്കാം. ഗൈസ് അത് ചത്തില്ല ഗൈസ്. നമുക്ക് ഏറ്റവും ഇതായിട്ടുള്ളൂ അതിനൊക്കെ നമുക്ക് കൊല്ലേ. എനിക്ക് അതിനെ കണ്ടിട്ട് കൊല്ലാൻ ഗൈസ്. സുഖമാണ് ഗൈസ്. അറ്റാക്ക് ഇൻക്രീസ്ഡ് ആക്കിയിട്ടുള്ള ട്രൈ ഫോർ ബ്ലഡ്. ഗൈസ് പിന്നെ ഈ ഗെയിം കളിച്ചിട്ടുള്ള എല്ലാവരും പറഞ്ഞേക്കണം കേട്ടോ ഗൈസ്. ഗൈസ് അവരെ കൊല്ലാൻ നോക്കി. അപ്പോൾ നമുക്ക് ഇവരെ കൊല്ലാം. ഇതൊന്നും വേണ്ട ഗൈസ്, ഇത് മതി. അത് കൊണ്ടോട്ടോ ഗൈസ്. എൻ്റെ ഈ മൂക്കിൻ്റെ പ്രശ്നമുള്ളൂ ഗൈസ്. അപ്പോൾ ഇവരെ തരാം. ഗൈസ് അതിന് നല്ല ഡാമേജ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവരെ അങ്ങ് തീർക്കാൻ പറ്റും നോക്കാം. പകുതി ആക്കിയിട്ടുണ്ട് എടുത്ത് ഗൈസ്. അപ്പോൾ നമുക്ക് അവരെ തീർത്തിട്ടുണ്ട്. മറ്റേ അത് തന്നെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ നമുക്ക് ഈ ഒരു ലെവല് ഫുള്ളങ്ങ് തീർക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഈ ടൈം ഉണ്ടെങ്കിൽ ഇപ്പോൾ സമയം ഏകദേശം 9 ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അധികം പിന്നെ ഗൈസ് അവളെ തന്നെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് അവനെ കൊന്നേക്കാം ഗൈസ്. പക്ഷെ ഗൈസ് അവന്മാരെ അറ്റാക്ക് ചെയ്തവരാണ് അറ്റാക്ക് ചെയ്തു. അപ്പോൾ രണ്ടെണ്ണത്തിനൊക്കെ ഒരു ഗൈസ്. ഇപ്പോൾ ഇവരെ കൊന്നേക്കാം ഗൈസ്. അവരെ കൊന്നിട്ടുണ്ട്. ഇവർ വേറെ ഓക്കെ ഗൈസ്. അപ്പോൾ ഇത് തീർന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് അടുത്തതിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ 4 പേരേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് ഈ വീഡിയോ തീരുന്നതായിരിക്കും ഗൈസ്. ഈ ഹെൽത്ത് ഫയർ കഴ്സിംഗ് ബ്ലേഡ് ഉപയോഗിക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടി വീക്ക് ചെയ്യാൻ പറ്റും അവന്മാരെ. പിന്നെ
ഈ റെഡ് ഷാഡോ ലെജൻഡ് ചെയ്യാൻ വിചാരിച്ച് PC മാത്രമുള്ളത് ഗൈസ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇത് കളിക്കണമെന്ന് എനിക്കറിയാം, ഇതുണ്ടെന്ന് എനിക്കറിയാത്തത് ഗൈസ്. പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് ഗൈസ്. അപ്പം എനിക്ക് ചെറിയൊരു പനിയുണ്ട് ഗൈസ്, അത് എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. നമുക്കിതാ ഈ പവർ ഉപയോഗിച്ച് അവരങ്ങ് വന്നേക്കാം. രണ്ടു വട്ടമൊന്നും വേണ്ടായിരുന്നു, ഒരൊറ്റ വട്ടം മതിയായിരുന്നു. ഓക്കെ, അവരെ അങ്ങനെ കൊല്ലുന്നു. അവരിതൊന്നും വേണ്ടത് മതി ഗൈസ്. അപ്പം എനിക്ക് ചെറിയൊരു മൂക്കൊലിപ്പുണ്ട്, അതും കുഴപ്പമില്ല ഗൈസ്. അപ്പം ഹെൽത്ത് ഫയർ ഉപയോഗിച്ചേക്കാം. ഇവിടെ ഹെൽത്ത് ഫയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ തീർക്കാൻ പറ്റും ഗൈസ്. ഗൈസ് ആ ചത്തൊന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അവൻ്റെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഹെൽത്ത് ഫയർ ഇനി 2 റൗണ്ടത്തേക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, അവന്മാർ മെയിനായിട്ട് അതിനെ ഉപയോഗിക്കാൻ പറയുന്നില്ല. അപ്പോൾ പച്ച അടിക്കുന്നതായിരിക്കും നമ്മൾ കൂടുതൽ ഉപയോഗിക്കേണ്ടത്. കാരണം ഓക്കെ എല്ലാത്തിനും ഡാമേജ് നല്ല രീതിക്ക് കൊടുക്കണം. ഇവൻ്റെ അങ്ങ് പകുതിയാക്കി ഗൈസ്, പകുതി പോലും ഇല്ല ആക്കില്ല. ഓരോരുത്തരെയും ഓരോ ഇത് വെച്ചിട്ടാക്കുക. ഞാൻ വിചാരിച്ചാണ് അവന്മാർ മിക്കവാറും ഒരേ ആളെ തന്നെ ആയിരിക്കും അറ്റാക്ക് ഇൻക്രീസ് ചെയ്തോളാം. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, അവരെല്ലാവരും ഒരേ ആളെ തന്നെ വെച്ചൊക്കെ കൊല്ലാൻ നോക്കുകയാണ്. അല്ലേ നമുക്കേ പിന്നെ ഫസ്റ്റ് ഇവരെ ഇവരെ വെച്ച് ഡാമറാണ് ഹെൽത്ത് കൂടുതലാണ്. അപ്പം ഡാമത് ഗൈസ് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയാണ്. ഹെൽത്ത് ഇച്ചിരി കൂടുതലായിരുന്നു അവരെ, അതുകൊണ്ട് നമ്മൾ അവരത് കൊന്നു. ഇവന്മാരെ കൊല്ലാൻ ഇത് മതി. ഓക്കെ, ഒരാളുടെ കൂടി പറഞ്ഞോണ്ട് ഗൈസ്. അപ്പം അതും കഴിഞ്ഞ് നമ്മൾ ലെവലപ്പ് ആയിട്ട് നമുക്ക് ബേസ് സെറ്റ് പോവാം. നല്ല ഹ്യൂം പഠിക്കുന്നുണ്ട്. ഓ അതൊന്നുമില്ല, ഫ്രാഗ്മെൻറ്റ്സ് നമ്മളോ കമണി ചെയ്യാനൊന്നും പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഈ മിഷൻ പാസ് മാർക്കറ്റിലൊന്ന് പോയി നോക്കാം ഗൈസ്. അവിടെ ഒത്തിരി പൈസ ഉണ്ട് ഗൈസ്. നമ്മൾ ചുമ്മാ മേടിക്കുന്നതാണ് ഗൈസ് ഇതൊക്കെ. അധികം നമ്മളിതാ ഒരിത് മേടിച്ച് ഇത് മേടിച്ച് നമ്മുടെ ഇത് 40 ഇതുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് ഒരെണ്ണം വെച്ച് കാണിച്ച് ഇത് ഗൈസ്. അപ്പം ഗൈസ് അപ്പോൾ നല്ലൊരു വിവരത്തിന് കിട്ടുന്നുണ്ട്. പാസിന് ചാലഞ്ച് ഒക്കെ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചെസ്റ്റിലെത്തുക you already have bags. But ട്രേഡ് അപ്ഡേറ്റ് ഗിഫ്റ്റ് പൈസ കൊടുക്കണം ഗൈസ്. അപ്പോൾ അവിടെ നമ്മൾ ചാമ്പ്യൻസിനൊക്കെ കളിച്ചില്ല, ഇത്രയും പേര് നമ്മുടെ ഉണ്ട്. റാങ്ക് അനുസരിച്ചാണ് ഇതാക്കിയിരിക്കുന്നത്. അപ്പോൾ വേഗം ചുമ്മാ ഒക്കെ പേര് കൊടുത്താൽ മതി. അപ്പം അത്ര ഉള്ള ഗൈസ് ഇന്നത്തേക്ക് വീഡിയോ. ടാറ്റാ ബൈ ബൈ, പീസ് ഔട്ട് വിത്ത് IQ മലയാളി.